സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെഫിനിറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഡെഫിനിറ്റ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെഫിനിറ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. രാധ സേസ് ഷീ ഡെഫിനിറ്റ്ലി നീഡ്സ് എ ട്രീറ്റ്മെൻറ്റ്. തനിക്ക് തീർച്ചയായും ചികിത്സ ആവശ്യമാണെന്ന് രാധ പറഞ്ഞു. രാധ സേസ് ഷീ ഡെഫിനിറ്റ്ലി നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. തനിക്ക് ചികിത്സ ആവശ്യമാണെന്ന് രാധ പറഞ്ഞു. രാധ സേസ് ഷീ ഡെഫിനിറ്റ്ലി നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. തനിക്ക് ചികിത്സ ആവശ്യമാണെന്ന് രാധ പറഞ്ഞു. നിങ്ങളെ കാണാൻ ഞാൻ തീർച്ചയായും വിമാനത്താവളത്തിൽ ആയിരിക്കും എങ്ങനെ പറയാം? ഐ ഷാൾ ഡെഫിനിറ്റ്ലി ബി അറ്റ് ദ എയർപോർട്ട് ടു മീറ്റ് യു. നിങ്ങളെ കാണാൻ ഞാൻ തീർച്ചയായും എയർപോർട്ടിൽ ആയിരിക്കും. ഐ ഷാൾ ഡെഫിനിറ്റ്ലി ബി അറ്റ് ദ എയർപോർട്ട് ടു മീറ്റ് യു. നിങ്ങളെ കാണാൻ ഞാൻ തീർച്ചയായും എയർപോർട്ടിൽ ആയിരിക്കും. ഐ ഷാൾ ഡെഫിനിറ്റ്ലി ബി അറ്റ് ദ എയർപോർട്ട് ടു മീറ്റ് യു. നിങ്ങളെ കാണാൻ ഞാൻ എയർപോർട്ടിൽ ആയിരിക്കും. മഴ പെയ്യുന്ന എങ്ങനെ പറയാം? ടുഡേ ഡെഫിനിറ്റ്ലി ഗോയിങ് ടു റെയിൻ. ഇന്ന് തീർച്ചയായും മഴ പെയ്യും. ടുഡേ ഡെഫിനിറ്റ്ലി ഗോയിങ് ടു റെയിൻ. ഇന്ന് തീർച്ചയായും മഴ പെയ്യും. ടുഡേ ഡെഫിനിറ്റ്ലി ഗോയിങ് ടു റെയിൻ. ഇന്ന് തീർച്ചയായും മഴ പെയ്യും. ഇതിനെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? സംതിങ് ഷുഡ് ഡെഫിനിറ്റ്ലി ബി ഡൺ എബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം. സംതിങ് ഷുഡ് ഡെഫിനിറ്റ്ലി ബി ഡൺ എബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം. സംതിങ് ഷുഡ് ഡെഫിനിറ്റ്ലി ബി ഡൺ എബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം. അവിടെ ഉണ്ടാകും എങ്ങനെ പറയാം? ഐ വിൽ ഡെഫിനിറ്റ്ലി ബി ദർ. ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. ഐ വിൽ ഡെഫിനിറ്റ്ലി ബി ദർ. ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. ഐ വിൽ ഡെഫിനിറ്റ്ലി ബി ദർ. ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. ഐ വിൽ ഡെഫിനിറ്റ്ലി ബി ദർ. ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. കാര്യം തീർച്ചയായും വിജയിക്കുന്ന എങ്ങനെ പറയാം? ഡു യു തിങ്ക് വിൽ വിൻ ഡെഫിനിറ്റ്ലി. നിങ്ങളുടെ കാര്യം തീർച്ചയായും വിജയിക്കും. ഡു യു തിങ്ക് വിൽ വിൻ ഡെഫിനിറ്റ്ലി. നിങ്ങളുടെ കാര്യം തീർച്ചയായും വിജയിക്കും. ഡു യു തിങ്ക് വിൽ വിൻ ഡെഫിനിറ്റ്ലി. നിങ്ങളുടെ കാര്യം തീർച്ചയായും വിജയിക്കും. ഡു യു തിങ്ക് വിൽ വിൻ ഡെഫിനിറ്റ്ലി. നിങ്ങളുടെ കാര്യം തീർച്ചയായും വിജയിക്കും. അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു എഗ്രി വിത്ത് ഹിം ഡെഫിനിറ്റ്ലി. നിങ്ങൾ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി വിത്ത് ഹിം ഡെഫിനിറ്റ്ലി. നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തോട് യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി വിത്ത് ഹിം ഡെഫിനിറ്റ്ലി. നിങ്ങൾ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി വിത്ത് ഹിം ഡെഫിനിറ്റ്ലി. നിങ്ങൾ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നുണ്ടോ? ഡെഫിനിറ്റ്ലി റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്. അവൾ ജോലിക്ക് പറ്റിയ ആളാണ്. ഷീ ഈസ് ഡെഫിനിറ്റ്ലി റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്. അവൾ ജോലിക്ക് അനുയോജ്യയായ വ്യക്തിയാണ്. ഷീ ഈസ് ഡെഫിനിറ്റ്ലി റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്. അവൾ ജോലിക്ക് അനുയോജ്യയായ വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും നഷ്ടപ്പെടുത്താൻ പോകുന്നു എന്നെങ്ങനെ പറയാം? ഐ ആം
ഡെഫിനറ്റ്ലി ഗോയിങ് ടു മിസ് ഹിം. ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും നഷ്ടപ്പെടുത്താൻ പോകുന്നു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു മിസ് ഹിം. ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും നഷ്ടപ്പെടുത്താൻ പോകുന്നു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു മിസ് ഹിം. ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും നഷ്ടപ്പെടുത്താൻ പോകുന്നു. അതോടെ തീർച്ചയായും യോജിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ ഡെഫിനറ്റ്ലി എഗ്രി വിത്ത് ഹിം. ഞാൻ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നു. ഐ ഡെഫിനറ്റ്ലി എഗ്രി വിത്ത് ഹിം. ഞാൻ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നു. ഐ ഡെഫിനറ്റ്ലി എഗ്രി വിത്ത് ഹിം. ഞാൻ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നു. ഐ ഡെഫിനറ്റ്ലി എഗ്രി വിത്ത് ഹിം. ഞാൻ അദ്ദേഹത്തോട് തീർച്ചയായും യോജിക്കുന്നു. തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നെങ്ങനെ പറയാം? ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹിം. ഞാൻ തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹിം. ഞാൻ തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹിം. ഞാൻ തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹിം. ഞാൻ തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. ആസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. ആസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. കുട്ടികളെ ഇഷ്ടപ്പെടുന്നു പറയാ എങ്ങനെ? ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ചിൽഡ്രൻ. ഞാൻ തീർച്ചയായും കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ചിൽഡ്രൻ. ഞാൻ തീർച്ചയായും കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ചിൽഡ്രൻ. ഞാൻ തീർച്ചയായും കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ചിൽഡ്രൻ. ഞാൻ തീർച്ചയായും കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. ആശയം തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയാം? യുവർ ഐഡിയ ഈസ് ഡെഫിനറ്റ്ലി വർത്ത് തിങ്കിങ് അബൌട്ട്. നിങ്ങളുടെ ആശയം തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. യുവർ ഐഡിയ ഈസ് ഡെഫിനറ്റ്ലി വർത്ത് തിങ്കിങ് അബൌട്ട്. നിങ്ങളുടെ ആശയം തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. യുവർ ഐഡിയ ഈസ് ഡെഫിനറ്റ്ലി വർത്ത് തിങ്കിങ് അബൌട്ട്. നിങ്ങളുടെ ആശയം തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ തീർച്ചയായും ഉച്ചഭക്ഷണം കഴിക്കും എന്നെങ്ങനെ പറയാം? ഐ വിൽ ഡെഫിനറ്റ്ലി ഈറ്റ് ലഞ്ച്. ഞാൻ തീർച്ചയായും ഉച്ചഭക്ഷണം കഴിക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി ഈറ്റ് ലഞ്ച്. ഞാൻ തീർച്ചയായും ഉച്ചഭക്ഷണം കഴിക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി ഈറ്റ് ലഞ്ച്. ഞാൻ തീർച്ചയായും ഉച്ചഭക്ഷണം കഴിക്കും. ഡെഫിനറ്റ്ലി ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ കളിക്കാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തീർച്ചയായും കളിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ പാർട്ടിക്ക് തീർച്ചയായും വരും എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഷീ സെഡ് ഷീ ഡെഫിനറ്റ്ലി കം ടു ദ പാർട്ടി. അവൾ തീർച്ചയായും പാർട്ടിക്ക് വരുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ഷീ ഡെഫിനറ്റ്ലി കം ടു ദ പാർട്ടി. അവൾ തീർച്ചയായും പാർട്ടിക്ക് വരുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ഷീ ഡെഫിനറ്റ്ലി കം ടു ദ പാർട്ടി. അവൾ തീർച്ചയായും പാർട്ടിക്ക് വരുമെന്ന് അവൾ പറഞ്ഞു. പാർക്കിലേക്ക് പോകുന്ന എങ്ങനെ പറയാം? ഐ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക് ടുമാറോ. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. ഐ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക് ടുമാറോ. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. ഐ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക് ടുമാറോ. ഞങ്ങൾ നാളെ തീർച്ചയായും പാർക്കിലേക്ക് പോകും. ഞങ്ങൾ നാളെ തീർച്ചയായും പാർക്കിലേക്ക് പോകുന്നെങ്ങനെ? വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും.
വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ പാർക്ക്. ഞങ്ങൾ തീർച്ചയായും നാളെ പാർക്കിലേക്ക് പോകും. തീർച്ചയായും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നെങ്ങനെ പറയാം? ഡു യു തിങ്ക് ദേ വിൽ വിൻ ഡെഫിനറ്റ്ലി? അവർ തീർച്ചയായും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡു യു തിങ്ക് ദേ വിൽ വിൻ ഡെഫിനറ്റ്ലി? അവർ തീർച്ചയായും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡു യു തിങ്ക് ദേ വിൽ വിൻ ഡെഫിനറ്റ്ലി? അവർ തീർച്ചയായും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡു യു തിങ്ക് ദേ വിൽ വിൻ ഡെഫിനറ്റ്ലി? അവർ തീർച്ചയായും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നീഡ് എ വെക്കേഷൻ. അവർക്ക് തീർച്ചയായും അവധിക്കാലം ആവശ്യമാണ്. ദേ ഡെഫിനറ്റ്ലി നീഡ് വെക്കേഷൻ. അവർക്ക് അവധിക്കാലം തീർച്ചയായും അവധിക്കാലം ആവശ്യമാണ്. ദേ ഡെഫിനറ്റ്ലി നീഡ് വെക്കേഷൻ. അവർക്ക് തീർച്ചയായും അവധിക്കാലം ആവശ്യമാണ്. തീർച്ചയായും ഒരു ഗ്ലാസ് ജ്യൂസ് ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി പ്രിഫർ എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഞാൻ തീർച്ചയായും ഒരു ഗ്ലാസ് ജ്യൂസ് ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി പ്രിഫർ എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഞാൻ തീർച്ചയായും ഒരു ഗ്ലാസ് ജ്യൂസ് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഡെഫിനറ്റ്ലി പ്രിഫർ എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഞാൻ തീർച്ചയായും ഒരു ഗ്ലാസ് ജ്യൂസ് ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി പ്രിഫർ എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. ഐ ഡെഫിനറ്റ്ലി പ്രിഫർ എ ഗ്ലാസ് ഓഫ് ജ്യൂസ്. ഞാൻ തീർച്ചയായും ഒരു ഗ്ലാസ് ജ്യൂസ് ഇഷ്ടപ്പെടുന്നു. ഡെഫിനറ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.